ഹായ് ഹലോ, എൻ്റെ പേര് ചിപ്പി. അങ്ങനെ ഞാനും അവസാനം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഞാൻ ലാസ്റ്റ് എണ്ണം തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സാധാരണ കുറേ വീഡിയോകളൊക്കെ ആയിരിക്കും ഇടുന്നത്. സാധാ വീഡിയോകൾ മാത്രമായിരിക്കും. എല്ലാ തരത്തിലുള്ള വീഡിയോസും കാണും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ അറിയത്തില്ല. അതാണൊരു വിഷയം. ആദ്യമായിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ സർപ്രൈസൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതൊക്കെ അടപടലും വെള്ളത്തിലായിട്ടുള്ളതാണ്. ഈ ഇടയ്ക്ക് എൻ്റെ അനിയത്തിക്കൊരു സർപ്രൈസ് കൊടുത്തായിരുന്നേ, പക്ഷേ അതങ്ങോട്ട് ഏറ്റില്ല. ഞാനാണ് സത്യം പറഞ്ഞാൽ സർപ്രൈസ് ആയത്. പുള്ളിക്കാരിക്ക് മനസ്സിലായായിരുന്നു ഞാൻ ചെല്ലുമെന്നുള്ളത്. പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഞാൻ സർപ്രൈസായിട്ട് പോയായിരുന്നു. പക്ഷേ നടന്നില്ല, ചീറ്റിപ്പോയി. ഇപ്രാവശ്യം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. നോക്കാം ഇത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന്. അപ്പോൾ ഓക്കെ, ബാക്കി പയ്യെ കാണാം. നോക്കാം വല്ല ഓട്ടം എങ്ങനെ കിട്ടുമെങ്കിൽ. ഒരു ഓട്ടം കൈ കാണിച്ച്, പക്ഷെ നിർത്തിയില്ല. ഇനി ഏതെങ്കിലും ഓട്ടം വരുമെന്നോ നോക്കാം. ആൾക്കാർ ചോദിക്കും എനിക്ക് ഭ്രാന്താണെന്ന്. റോട്ടിൽ കൂടെ കരി പോകണോണ്ടാണ്. മിക്കവാറും ഞാൻ തിരുവല്ല ബസ് സ്റ്റാൻഡ് വരെ നടക്കണമെന്ന് തോന്നുന്നു. ഇവിടുന്ന് കുറച്ചുണ്ട് നടക്കാനായിട്ട്. ഒരു ഓട്ടമാണ് കിട്ടുമെങ്കിൽ ഒരു തിരുവനന്തപുരം ബസ് ഇപ്പോൾ പോയി. അതെനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു ഓട്ടം പോലും നിർത്തുന്നില്ല. എൻ്റെ ഒരു ഗതികേട് ചെയ്യുമെന്നൊരു പിടിയുമില്ല. അതിന് പോയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എങ്ങെത്തിയായിരുന്നു. വളരെയധികം സൗണ്ട് കുറവായിരിക്കും, ക്ഷമിക്കുക. ഞാൻ വലിയ വ്ളോഗറൊന്നും അല്ല. ആദ്യമായിട്ടാണ് യുദ്ധഭൂമിയിലെ പുതിയ പഠനമാണ്. അയ്യോ, തിരുവല്ല സ്റ്റാൻഡ്. ബസ് കിട്ടുമോ അറിയാൻ വയ്യ. അല്ലേ, കണ്ടത് ശനിയാണ്. ഭാഗ്യം, ട്രാഫിക്ക് മാറിയിട്ടുണ്ട്. ഒരു ബസ് കിട്ടി. AC ബസ്സാണ്, KSRTCയുടെ. ഫുള്ള് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർ അല്ല. ആളുണ്ടോ? ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു ബസ് ട്രിവാൻഡ്രം ബസ് മിസ്സായെന്ന്. എനിക്ക് ആ ബസ് എന്നെ ഭാഗ്യത്തിന് കിട്ടി. അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തും. അയ്യോ, പിന്നീട് ഞാൻ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞതായി എണീറ്റപ്പോഴത്തേക്കും കൊട്ടാരക്കരെത്തി. അപ്പോഴത്തേക്കും സമയം ഒരു 6:30 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പെട്ടെന്ന് തന്നെ കൊട്ടാരക്കരെത്തി. അതെന്തായാലും ഭാഗ്യം. അല്ലെങ്കിൽ സാധാരണ 7:30 മണിയൊക്കെ ആകുമ്പോഴാണ് കൊട്ടാരക്കരെത്താറ്. ഈ ബസ് കിട്ടിയത് കൊണ്ട് നേരത്തെ എത്താൻ പറ്റി. അങ്ങനെ ഞാൻ നിലമേലെത്തി. ആക്ച്വലി ഞാൻ എങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞില്ല. തിരുവല്ലയിൽ നിന്ന് ബസ് കയറി നിലമേലിറങ്ങി. ഇനി ഇവിടുന്ന് ബസ് കയറി കടയ്ക്കൽ പള്ളിമുക്കാണ് വീട്. എല്ലാ പ്രാവശ്യവും എൻ്റെ അനിയനെ വിളിക്കാൻ വരും. പ്രാവശ്യം ഞാൻ അവനെ വിളിച്ചില്ല. വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ സർപ്രൈസ് പൊളിയുമല്ലോ, അതുകൊണ്ട് അവനെ വിളിച്ചില്ല. ഇനി ഏതെങ്കിലും ബസ് കയറുവാണെങ്കിൽ ബസ്സിൽ കയറി പോകണമെങ്കിൽ ഒറ്റ ബസ് പോലും ഇവിടെ ഇല്ല. കുറേ ആൾക്കാർ അവിടെ നിൽക്കുവാണ് ബസ് വരാൻ. ഞാൻ ചെന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് ബസ് വന്നു. സൗരവാണ് വന്നത് കടയ്ക്കലോട്ട്. കടയ്ക്കൽ നിന്ന് പള്ളിമുക്ക് അങ്ങനെ
ബസ്സിൽ കയറിയപ്പോൾ ഒരു കുഞ്ഞു മോനെ അതിനകത്ത് കണ്ട് അങ്ങനെ അവൻ്റെ വീഡിയോ കൂടെ ഇതിൻ്റെ അകത്ത് എടുക്കാമെന്ന് വിചാരിച്ച് ഒരു മൊട്ടത്തനെ മുക്കിലൊക്കെ കൈയിട്ട് പാവം. പിന്നെ ബസ്സിൽ നല്ല തിരക്കായിരുന്നു, എനിക്ക് ഇരിക്കാനും സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പള്ളിമുക്കിലെത്തി. അനിയൻ വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ അനിയൻ. എനിക്ക് ബാലയുടെ കടയിൽ നിന്ന് കയറണം സാധനം മേടിക്കാൻ. നിനക്ക് വണ്ടി എടുക്കാൻ വയ്യേ? ഞാൻ തന്നെ വണ്ടി എടുക്കണം. നീ വീഡിയോ എടുക്കാൻ നടക്കത്തില്ല. അവനൊരു മൊണ്ടി കേസാണ്. എവിടെ ആരെയും വിളിക്കുകയല്ല, വീഡിയോ എടുക്കുക. എവിടെ ഉത്സവം? എന്റെ കൊച്ചിന്റെ അയ്യാണ് ഞാൻ ചോദിച്ചത്. എന്റെ കൊച്ചിവിടെ പോയത് എനിക്ക് തള്ളനെ അവിടെ ഞാൻ വൈകിട്ട് വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ കണ്ടില്ല. അവിടെ ഉച്ചയ്ക്ക് ഇല്ലായിരുന്നു. അവിടെ പോയാൽ ഞാന് ഫേമസ് ആക്കാന്ന് വിചാരിച്ചു. ഇതാണ് ബാല. ഇവിടെ നിന്നാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത്. സാധനങ്ങൾ മേടിക്കും, പൈസ പിന്നെ കൊടുക്കും അല്ലടാ. ഇതാണ് കടയുടെ ഓണർ. എടാ ഇവന്റെ ഡാഡിയുടെ പേരിലാണ് ഈ കട അറിയപ്പെടുന്നത്, മോഹൻ ബേക്കറി. മരിച്ചുപോയി. ഇവനാണ് ഓണർ. ലൈവ് ഒന്നുമല്ല. ഞാനും ഫേമസ് ആവുന്നവർക്ക് ഇഷ്ടമല്ല. സാധനങ്ങൾ മേടിച്ചോണം. ബേക്കറി നമുക്ക് ഫോൺ ചാർജ് ചെയ്യണം. മാമനെ പിടിക്കല്ലേടാ ബാല. എടാ എനിക്ക് അയ്യോ അവക്കാട് എന്തോ എത്ര മക്കള്? അതെ ചെറിയ വിലയിലേ ഉള്ളു. നീ പറ. പറ. 400 ആയിരിക്കും. പിന്നെ 380. അവക്കാടയുടെ ഒക്കെ വില. അയ്യോ അവക്കാട് മേടിച്ചോണ്ട് പോവാം. കുറെ നാളായി അവക്കാട് കഴിച്ചിട്ട്. ഇതാണ് എൻ്റെ നാട്, പള്ളിമുക്കെന്ന് പറയും. അത് ഫൗസി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. വണ്ടി കുപ്പിപ്പാലൊന്നും വേണ്ട, കവർ പോലും മതി. മുട്ട ഒരു 5 മുട്ട. പിന്നെ ഒരു കിൻഡർ ജോയി. ഇല്ലേ ഓടാർക്കാ ഇങ്ങോട്ട്. ആര് എന്തിന് പുസ്തകമാണ് ഞാനിവിടെ കൊടുക്കാനുള്ള പൈസ. ഒരുപാടൊന്നുമില്ല ബാല, ഇത്രേ ഉള്ളു. അത്രയല്ലേ ഉള്ളു. അത് കുറവാണ്. അങ്ങനെ ഞാൻ അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. മിണ്ടാതെ പോവാം. കഥക്ക് തുറന്ന് കിടക്കുകയാണ്. വണ്ടി ഞാൻ മേല് വെച്ച് വെക്കുകയാണ്. പിന്നെ വന്ന് വണ്ടി എടുക്കാം. അമ്മ കണ്ട
ഇതാണ് ആ സർപ്രൈസ്. ഈ കൊച്ചിനെ ചുരുടി പെണ്ണിനും സർപ്രൈസ് വെക്കാനാണ് ഞാൻ വന്നത്. അവരെ കണ്ടപ്പോൾ സന്തോഷമായ എന്തൊക്കെ ഇതാണ് എൻ്റെ മോൻ്റെ ഫേവറേറ്റ് സാധനം. എന്താണ് ഇത് എവിടുന്ന്? ബാറ്റ്മാൻ്റെതാ മക്കളെ നമ്മ ചോദിക്കട്ടെ. സാരി സുന്ദരി അമ്മേനെ മിസ് ചെയ്തോ? എത്ര മിസ് ചെയ്ത്? 10. ചെറുക്കനാണ്, കൊള്ള ചെറുക്കൻ. അമ്മ വരുമെന്ന് വിചാരിച്ച ഇന്ന്. അമ്മയ്ക്ക് എന്തോ മെസ്സേജ് അയച്ചോണ്ടിരുന്ന എന്തോ ഫോണില് എന്തോന്ന് ഇന്ന് നെറ്റ് ചാർജ് ചെയ്തിട്ടും പിന്നെ പറഞ്ഞില്ല. നെറ്റ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. TV ഭയങ്കര കാണാക്കം. ഇനി വെക്കേഷൻ അല്ലേ, ഇനി എന്റെ മോന്റെ രംഗമാണ് രംഗം. അമ്മയ്ക്ക് അങ്ങനെയാണോ അമ്മ വരുന്നത്? ഇതാണ് സർപ്രൈസ്. എൻ്റെ മോനാണ് സർപ്രൈസ്. ഇതാണ് എൻ്റെ എല്ലാം. അവന് വേണ്ടിയാണ് ഇവൻ്റെ അടുത്ത് പറയാതെ ഞാൻ വന്ന് സർപ്രൈസ് കൊടുത്ത്. എന്നാൽ ഈ സർപ്രൈസ് പൊളിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു പൊളിഞ്ഞ് പാളോ പൊളിഞ്ഞില്ല. ഇനി ഞാൻ സിനിമയ്ക്ക് അമ്മ പറയട്ടത്. ഇനി ഞാൻ സിനിമയ്ക്ക് പോവും എമ്പുരാൻ കാണാൻ. എൻ്റെ മോൻ ഇന്നലെ പോയി എമ്പുരാനൊക്കെ കണ്ട്. ഞാൻ ഇന്ന് പോവും. ഞാനും എൻ്റെ ടീമുമായിട്ട് പോവും. ഞാൻ ഇന്നലെ പോയി കിടന്നുറങ്ങി സംഭവത്തിന്റെ കൂടെ. നീ എന്തിനാ ഉറങ്ങിയത്? അതെനിക്ക് ഇവനെ കണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, എല്ലാരും കാണുക, ലൈക്ക് ചെയ്യുക. എന്തിനാ എന്നിട്ട് എന്ത് അടിക്കണം? ബെൽ ബട്ടൺ ഞെക്കണം. ബെൽ ബട്ടൺ ഞെക്കാനൊക്കെ നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളു ചാനല്. ഇനി എന്റെ കേശൂട്ടന്റെ വീഡിയോസ് ഒക്കെ വരും. എല്ലാരും എന്റെ മോന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ പറ. കാരണം എല്ലാ പ്രാവശ്യവും കിൻഡർ ജോയ് മേടിക്കുമ്പോഴത്തേക്ക് അവന് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാറില്ല. ഇന്ന് അവന്റെ ഫേവറേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്താണ്? ഒരു ഡൈനോസർ ഭ്രാന്തനാണ് എൻ്റെ മകൻ. ഇവിടെ ഉണ്ട് ഒരു ഡൈനോസർ. ഇതൊരു ഡൈനോസർ. ഇത് അവന്റെ എല്ലാ സാധനങ്ങളും ഡൈനോസറാണ്. ഡൈനോസർ നമ്മെ വെച്ച് കാണിച്ച സൗണ്ട്